ഹായ്, ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേരള ബീവറേജിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓടിയും കൊണ്ടിരുന്നത്. പക്ഷെ അതിൻ്റെ കുറച്ച് കമൻസ് ഞങ്ങൾ കണ്ടു താഴെ. അതിനുള്ളൊരു മറുപടിയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ കേരള ബീവറേജിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആക്ച്വലി ആർക്കും അറിയണില്ല. അത് ശരിയാണ്, ഞങ്ങൾ നേരത്തെ അത് പറയാൻ വിട്ടുപോയതുമാണ്. അപ്പോൾ കേരള ബീവറേജിലല്ല നമ്മൾ മൊത്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. മെയിനായിട്ട് ഈ നമ്മൾ വാങ്ങണ ബിയർ, വിസ്കി ആണെങ്കിലും ബ്രാൻഡി ആണെങ്കിലും എന്തായാലും അതൊക്കെ അതിൻ്റേതായ കമ്പനിയിലാണ് ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ കമ്പനിയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതും പലർക്കും അറിയില്ല. അത് മെയിനായിട്ട് ഷെയർ മാർക്കറ്റിലൂടെ ഷെയർസ് വാങ്ങുക തന്നെ ആക്ച്വലി ചെയ്യണത്. അപ്പോൾ അത് ഷെയർ മാർക്കറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും കൂടി പലർക്കും അറിയില്ല. അപ്പോൾ അത് കുറച്ച് സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് കേരള ബീവറേജിന് ഷെയർ വാങ്ങണമെങ്കിൽ ഈ സ്റ്റോക്ക് ബ്രോക്കറുടെ ഒരു അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ആ ഷെയർസ് വാങ്ങാവുന്നതാണ്. ആദ്യത്തെ എല്ലാവരും കേട്ടിട്ടുള്ളത് തന്നെയാണ് നമ്മുടെ അംബാനിയുടെ ജിയോജിത്താണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യണതും ജിയോജിത്ത് തന്നെയാണ്. ഇതിലൂടെയാണ് ഞാൻ മെയിനായിട്ട് ഷെയർസ് വാങ്ങിയിട്ട് വെക്കാറുള്ളത്. ഷെയർസും മ്യൂച്വൽ ഫണ്ടും ഞാൻ ജിയോജിത്ത് തന്നെയാണ് വെക്കാറുള്ളത്. അതിന് നിങ്ങൾ ആദ്യം അതിലൊരു ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുക. അതിലൂടെ നിങ്ങൾക്ക് കേരള ബീവറേജിൻ്റെ ഷെയർ വാങ്ങാൻ പറ്റും. പിന്നെ സെറോദ പറഞ്ഞിട്ടൊരു ബാംഗ്ലൂർ ബേസ്ഡ് ഒരു കമ്പനി ഉണ്ട്. അതൊരു സ്റ്റോക്ക് ബ്രോക്കർ തന്നെയാണ്. അവരിലൂടെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ആദിത്യ ബിർളയിൽ തുടങ്ങിയിട്ടുണ്ട്. ആദിത്യ ബിർളയും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ ഇൻട്രാഡേ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇൻട്രാഡേ സ്റ്റാർട്ട് ചെയ്തതെന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഒരു സാലറിയിൽ മാത്രം നമ്മൾ ജീവിച്ച് നമ്മളെന്തായാലും ലൈഫ് മുന്നോട്ടും പോകില്ല. നമ്മളങ്ങനെ ലൈഫിൽ സെറ്റിൽഡും അല്ല. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ മൾട്ടിപ്പിൾ സോഴ്സ് ഇൻകം എന്തായാലും വേണം. അപ്പോൾ ഈ ഇൻട്രാഡേ ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇൻട്രാഡേയിൽ ഇപ്പോൾ രാവിലെ ഒരു 15 മിനിറ്റിൻ്റെ ഗ്രാഫ് ഞാൻ നോക്കും. ഒരു 500 രൂപ ഇൻവെസ്റ്റ് ചെയ്യും. ഒരു 3 മണിയാകുമ്പോൾ എനിക്ക് എങ്ങനെയായാലും ഒരു 850 രൂപയോളം എനിക്ക് അതിൽ നിന്ന് ലാഭം കിട്ടും. ചില നേരത്തെ അത് നഷ്ടവും കിട്ടും, ചിലപ്പോൾ 500 പോയി എന്നും വരും. പക്ഷേ ഇങ്ങനെ ഒന്നുണ്ട്, അത് കറക്റ്റ് ഗ്രാഫ് ഞാനും പഠിച്ചു വരണേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം മനസ്സിലായപ്പോൾ എനിക്ക് അത്യാവശ്യം ലാഭം കിട്ടാനും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് വലിയ പ്രശ്നമില്ല. പിന്നെ അടുത്ത സ്റ്റോക്ക് ബ്രോക്കർ പറയണത് അപ്സ്റ്റോക്കാണ്. അപ്സ്റ്റോക്കിലാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ തന്നെ ഉള്ളതാണ്, വർക്കറാണ്. ആളിപ്പോൾ മെയിനായിട്ട് അപ്സ്റ്റോക്കിലാണ് ഇൻട്രാഡേ ചെയ്യുന്നത്. പിന്നെ അടുത്തുള്ള ബിനാൻസ് ആണ്. നിങ്ങൾക്ക് ക്രിപ്റ്റോ ഒക്കെ വാങ്ങണമെങ്കിൽ കൂടുതലും ഈ ബിനാൻസിലൂടെയാണ് നമ്മൾ മെയിനായിട്ട് വാങ്ങേണ്ടത്. ഈ സ്റ്റോക്ക് ബ്രോക്കറിലൂടെയാണ്. ബിനാൻസ് അല്ല, ആക്ച്വലി അത് ബൈനാൻസ് ആണ്. ഞാനത് പറഞ്ഞ് ആക്ച്വലി അത് ബിനാൻസ് ആയിപ്പോയി എന്നേ ഉള്ളൂ. ബിനാൻസ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സ്മാൾ കേസാണ്. ഈ മ്യൂച്വൽ ഫണ്ട്സ് അതുപോലെ ബ്ലൂ ചിപ്പ് ഫണ്ട്സ്, ഇപ്പോൾ അദാനിയുടെ ഇതിലൊക്കെ ഷെയർ ഇടണമെങ്കിൽ ബാക്കിയുള്ളതിലെല്ലാം കിട്ടും. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ട്സ് എന്ന രീതിയിൽ ഡിവിഡൻഡ് സ്റ്റോക്ക് വാങ്ങണം. മാസം ഒരു നിശ്ചിത എമൗണ്ട് ഇന്ന കമ്പനിയിൽ നമുക്കൊരു വരുമാനമായി കിട്ടണം. അത് നല്ല പരിപാടിയല്ലേ. അതിന് കൂടുതൽ ആൾക്കാർ ഞാൻ കണ്ടിരിക്കണം സ്മാൾ കേസ് ആണ് യൂസ് ചെയ്യണത് കണ്ടിരിക്കണത്. ബാക്കിയുള്ളതൊക്കെ ഇതിലും പറ്റും. പക്ഷേ ഈ ആപ്പിലൂടെ കൂടുതലും ആൾക്കാർ ഇതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണത്. ഡിവിഡൻഡ് സ്റ്റോക്സ് ഒക്കെ വാങ്ങണത് ഈ സ്മാൾ കേസിലൂടെയാണ്. പിന്നെ പൈസ പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ അത്രയല്ല, പക്ഷേ ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഞാൻ ജസ്റ്റ് ഈ ഇൻഫർമേഷൻ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കിപ്പോൾ ഇൻട്രാഡേ ചെയ്തിട്ട് എക്സ്ട്രാ ഒരു ഇൻകം ഉണ്ടാക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, സാധാ ശമ്പളത്തിൽ നിന്ന് നിങ്ങൾക്ക് കൂട്ടിമുട്ടാൻ ആഗ്രഹമില്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇൻട്രാഡേ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാനത് പറയുന്നതായിരിക്കും.